ഹലോ നമസ്തേ, എല്ലാവർക്കും സംഭവ ബഹുലമാക്കാൻ പോകുന്ന ഒരു വ്ലോഗിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് നമ്മൾ പോകാൻ പോകുന്നത് എന്റെ കോളേജിന്റെ സെക്കൻഡ് റീയൂണിയന്റെ സംഗമത്തിന് വേണ്ടിയിട്ടാണ്. കുഞ്ഞുങ്ങളെ, കുറെ നാളായിട്ട് എല്ലാരും കൂടെ വട്ടം കൂടിയിരുന്ന് ഭയങ്കര ചർച്ചയാണ്. എന്ന് നടത്താം. ഒരാൾ വരുമ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് പറ്റൂല, അടുത്ത ആള് തീരുമാനിക്കുമ്പോഴത്തേക്ക് അടുത്ത ആൾക്ക് പറ്റൂല. അങ്ങനെ വട്ടം കൂടി ആലോചിച്ച് തീരുമാനിച്ചൊരു ഡേറ്റ് എടുത്തത് അത് ഇന്നാണ്. അപ്പൊ നമ്മൾ പോവാണ്. പോകുന്ന വഴിക്ക് നമുക്ക് ഒരാളും കൂടെ പിക്ക് ചെയ്യാനുണ്ട്. ഇതിന്റെ എഴുത്തൊഴിയായിട്ടുള്ള ധന്യയുടെ വീട്ടിലേക്ക് നമുക്കൊന്ന് കയറണം. അവളെയും കൂടെ പിക്ക് ചെയ്തിട്ട് വേണം നമുക്ക് കോളേജിലേക്ക് പോവാൻ. ഈ കാണുന്ന കണ്ടോ, അവിടേക്കാണ് ഞാനിപ്പോ പോകാൻ പോകുന്നത്. ഇപ്പൊ ധന്യയുടെ വീടാണ് ഈ കാണുന്നത്. ഒരുപാട് ഇടികളും ബഹളങ്ങളും കലാശക്കൊട്ടുകളും സൗന്ദര്യ പിണക്കങ്ങൾക്കും ഒടുവിൽ ആഫ്റ്റർ എ ലോങ് ടൈം ഞങ്ങൾ കണ്ടുമുട്ടുകയാണ്. കാരണം ഫസ്റ്റ് റീയൂണിയൻ ഇവിടെ വന്നിട്ടില്ല. അപ്പൊ ഇവളുടെ വീട്ടിലേക്ക് തന്നെയാണ് നമ്മൾ എത്തിയത്. നമ്മുടെ സൗന്ദര്യ പിണക്കങ്ങളൊക്കെ പറഞ്ഞു തീർക്കും. അങ്ങനെ പ്രശ്നങ്ങളൊക്കെ പറഞ്ഞു തീർത്ത് ഞങ്ങൾ താണ്ടെ കോളേജിലേക്ക് യാത്ര തിരിക്കുകയാണ്. കുഞ്ഞുങ്ങളെ, നമ്മുടെ സൗന്ദര്യ പിണക്കങ്ങളൊന്നും നമ്മളിവിടെ പറഞ്ഞ് വെറുതെ അളിയുന്നില്ല. അപ്പൊ കാറിനുള്ളിൽ നമ്മുടെ സാരഥി നൗഷാദിക്ക, ധന്യ, കായ്, പിന്നെ ധന്യയുടെ ട്രോഫി, സായിക്കുട്ടൻ. അതങ്ങോട്ട് നോക്കൂ, വിജനപാതയിലല്ല, കുറെ കാറുകളൊക്കെ കിടക്കുന്ന ഈ പാതയിലൂടെ നമ്മൾ കടന്നു ചെല്ലുന്നത് ഞങ്ങളുടെ കോളേജിലേക്കാണ്. അപ്പൊ അതാ കാണുന്നതാണ് നമ്മുടെ കവാടം കോളേജിന്റെ കേട്ടോ. അപ്പൊ ലോണ്ടെ, ഇതാണ് ഞാൻ പഠിച്ച കോളേജ്, ശ്രീ സ്വാതി തിരുനാൾ മ്യൂസിക് കോളേജ്, തിരുവനന്തപുരം. അപ്പൊ ഇതാണ് നമ്മുടെ ടീനേജ് കാലഘട്ടം തെണ്ടിത്തിരിഞ്ഞ് കുത്തുവാള എടുത്ത് നടന്നിരുന്നൊരു സ്ഥലം. അപ്പോ ഞാൻ ഹോസ്റ്റലിൽ നിന്നാണ് പഠിച്ചിരുന്നത്. അതുകൊണ്ട് എപ്പോഴും തെണ്ടിത്തിരിഞ്ഞ് ഇവിടെ തന്നെ ഉണ്ടാവും. ഈ ചൂണ്ടിക്കാണിക്കുന്നതാണ് എന്റെ ക്ലാസ് റൂം അന്നത്തെ കേട്ടോ. 2009-2012 ബാച്ചാണ് നമ്മുടെ. അപ്പൊ നമ്മുടെ ഏജ് ഗ്യാപ്പ് അന്നേരം ചിന്തിക്കാമല്ലോ. എല്ലാവർക്കും 10, 30, 31, 32, 33 പിന്നെ അതിന് മേപ്പോട്ട് വയസ്സുള്ള അപ്പൂപ്പന്മാരും അമ്മൂമ്മമാരും ഒക്കെയാണ് ഇപ്പൊ. അന്ന് 10, 16, 17, 18 വയസ്സുള്ള ഐറ്റങ്ങൾ ഇപ്പൊ വലിയ അമ്മച്ചിമാരും അച്ഛന്മാരും ഒക്കെ എത്തിക്കുന്നത് കാണുന്നത് തന്നെ കോമഡിയാണ്. വളരെ ലേറ്റ് ആയിട്ട് അഡ്മിഷൻ കിട്ടി ഇങ്ങോട്ട് വന്ന ഞാൻ ആദ്യം വളരെ റാഗിങ് പൂർവമായിട്ടുള്ള ഒരു അന്തരീക്ഷത്തിൽ നിന്നും ഫ്രണ്ട്ലി ആയിട്ടുള്ള കുറച്ച് സുഹൃത്തുക്കളെ സമ്പാദിച്ചിട്ടുള്ള കോളേജാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ ഇപ്പോൾ അടുപ്പമുള്ള, അല്ലെങ്കിൽ സ്കൂൾ കാലഘട്ടത്തിലൊന്നും എനിക്കിപ്പം അധികം സുഹൃത്തുക്കളൊന്നും ഇല്ല. കോളേജ് കാലഘട്ടത്തിലുള്ള സുഹൃത്തുക്കളാണ് ഇപ്പോഴും നമ്മുടെ കൈമുതലായിട്ടുള്ളത്. മ്യൂസിക് കോളേജിൽ വന്ന് പഠിച്ച് ഇന്ത്യൻ ആർമിയിൽ പട്ടാളക്കാരനായിട്ട് മാറിയിട്ടുള്ള രാഹുലിന്റെ കുഞ്ഞാണിത്. ഒരു ചിരിക്കുടിക്കായിട്ടുള്ള കുഞ്ഞു വാവ. സ്വാഭാവികം, ഒരു ഊഞ്ഞാല് കണ്ടു കഴിഞ്ഞാൽ പിന്നെ അതിനകത്ത് കയറി മേയുക എന്നുള്ളത് നമ്മുടെ ജന്മാവകാശമാണല്ലോ. ഈ ഊഞ്ഞാൽ എന്ന് പറയുന്നത് ഞങ്ങൾ പഠിക്കുന്ന കാലഘട്ടത്തിൽ ഇതുപോലെ സ്ഥിതി ചെയ്യുന്ന ഒരു ഊഞ്ഞാലാണ്. ആ കാണുന്നതാണ് വയലിൻ സെഷൻ. ഞാൻ സബ് വയലിനായിരുന്നു. അപ്പം ഇവിടെയും കുറെ ഓർമ്മകളൊക്കെ ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇത് മുത്തയ്യ ഭാഗവത് ഓഡിറ്റോറിയം. അപ്പോൾ ഈ കാണുന്നത് ഓഫീസ്, സ്റ്റാഫ് റൂംസ് എല്ലാം അടങ്ങുന്ന ഒരു ഏരിയ ആണ്. അപ്പോൾ കണ്ടു കഴിഞ്ഞാൽ നമ്മുടെ കോളേജ് വളരെ ചെറുതായിട്ടൊക്കെ തോന്നും. പക്ഷെ അങ്ങനല്ല. ഒരു ഗുരുകുല സമ്പ്രദായത്തിൽ നിന്നും വന്നിട്ടുള്ളത് കൊണ്ട് ആ ട്രഡീഷനെ അതേപോലെ പരിപാലിക്കുന്ന ഒരു കോളേജാണ് നമ്മുടേത്. അപ്പോൾ ഇത് എൻ്റെ നാട്ടുകാരും കൂട്ടുകാരിയുമായിട്ടുള്ള ഗ്രീഷ്മ. ഇത് ഗ്രീഷ്മയുടെ മകള്. അപ്പോൾ ഊഞ്ഞാലാട്ടുക എന്ന് പറയുന്നത് എൻ്റെ ഒരു വിനോദമാണ്. പൊക്കിയെടുക്കുക, എന്നിട്ട് തറയിലോട്ട് പടോന്നിടുക. ഇക്കാണുന്നത് നമ്മുടെ ഓൾ ഇൻ ഓൾ ആയിട്ടുള്ള അമ്പിളി ചേച്ചിയാണ്. അമ്പിളി ചേച്ചി നമ്മുടെ സ്വീപ്പർ ആയിരുന്നു. ചില സമയത്ത് വാർഡനൊക്കെ ആകും കേട്ടോ. അമ്പിളി ചേച്ചിയുമായിട്ട് ആ സമയത്ത് മുഴുവൻ അടി ഉണ്ടാക്കിയിട്ടുള്ള വ്യക്തി. ഇപ്പൊ എന്തൊരു സ്നേഹമായിട്ടാണ് സംസാരിക്കുന്നത്. ആ മുഖത്തെ ആ ഭവ്യത കണ്ടോ. ഇന്നത്തെ കോളേജ് റീയൂണിയൻ എല്ലാവരും ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെ നല്ല ഗ്രാൻഡ് ആയിട്ട് ചെയ്യണമെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചുകൊണ്ടിരുന്നത്. പക്ഷേ എന്ത് ചെയ്യാം, എല്ലാവർക്കും ഒന്നും അറ്റൻഡ് ചെയ്യാൻ പറ്റിയിട്ടില്ല. അറിയാമല്ലോ, കുടുംബ പ്രാരാബ്ദം, ജോലി, അങ്ങനെ പല പല തിരക്കുകൾ കാരണം പലർക്കും വരാൻ പറ്റിയിട്ടില്ല. അങ്ങനെ കുറച്ച് പേര്, വിരലിലെണ്ണാവുന്ന ആൾക്കാർ വന്നിട്ടുള്ളൂവെങ്കിലും അത്യാവശ്യം നല്ല ഗ്രാൻഡ് ആയിട്ട് തന്നെ നമ്മുടെ കോളേജ് റീയൂണിയൻ നമ്മൾ അടിച്ചു പൊളിച്ചു. എല്ലാ അധ്യാപകരെയും ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മൾ ഇപ്രാവശ്യം റീയൂണിയൻ ഒക്കെ ചെയ്യണമെന്നൊക്കെ മനസ്സിൽ വിചാരിച്ചതാണ്. പക്ഷേ ഒരുപാട് ആൾക്കാർ എത്താത്തത് കൊണ്ട് നമ്മൾ എന്തോ ചെയ്ത് അധ്യാപകരെ നമ്മൾ ഇപ്രാവശ്യം ക്ഷണിച്ചില്ല. അപ്പോൾ അടുത്ത തവണ ക്ഷണിക്കാമെന്നൊക്കെ നമ്മൾ തീരുമാനിച്ചു. അപ്പോൾ ഉദ്ഘാടകയായിട്ട് ഇന്ന് എത്തിയിട്ടുള്ളത് ഞങ്ങളുടെ ഇന്നത്തെ മൃദംഗ സെഷൻ ടീച്ചറായിട്ടുള്ള ഇന്നത്തെ പ്രിൻസിപ്പളാണ് വീണ മാഡം. ടീച്ചറിനെയാണ് നമ്മൾ ഇപ്രാവശ്യം ഉദ്ഘാടകയായിട്ട് ക്ഷണിച്ചിട്ടുള്ളത്. ടീച്ചർ വിളക്ക് തെളിച്ചതിന് ശേഷം ടീച്ചർ ഒരു അഭിപ്രായം വെച്ചു. എല്ലാ പൂർവ്വ വിദ്യാർത്ഥികളുടെയും മക്കളെ കൊണ്ട്, അവരുടെ ട്രോഫികളെ കൊണ്ടും കൂടി വിളക്ക് കത്തിക്കുക എന്നുള്ളത്.
അപ്പൊ ഇത് ധന്യയുടെ ട്രോഫി. ഇത് ചിത്രയുടെ മകനായിട്ടുള്ള ചാരുകേശ്. ഇത് ഗ്രീഷ്മയുടെ ട്രോഫി. അങ്ങനെ ഉദ്ഘാടന കർമ്മങ്ങളൊക്കെ കഴിഞ്ഞിട്ട് ആഫ്റ്റർ എ ലോങ് ടൈം നമ്മളൊരു ഗ്രൂപ്പ് ഫോട്ടോ എടുക്കാനായിട്ട് തീരുമാനിച്ചു. അത് ടീച്ചറിനെ വെച്ചുകൊണ്ട് കേട്ടോ. അങ്ങനെ അടുത്ത യോഗത്തിന് മുന്നോടിയായിട്ടുള്ള ഈശ്വര പ്രാർത്ഥനയിലേക്കാണ് ഞങ്ങൾ അടുത്തായിട്ട് കടന്നത്. ലിറിക്ക് പോലും അറിയാൻ മേലാണ്ടാണ് ഞങ്ങൾ ആ പാട്ട് കംപ്ലീറ്റ് ചെയ്തത്. അങ്ങനെ ഒരുപാട് നാൾക്ക് ശേഷം എന്റെ കൂട്ടുകാരെ കൈ കിട്ടിയപ്പോഴത്തേക്കും ഞാനും ഒട്ടും കുറച്ചില്ല, വെച്ചനത്തി. എന്റെ വായി തോന്നാത്ത എല്ലാം ഞാനും വിളിച്ചു പറഞ്ഞു. എന്തോ എല്ലാരും കൈ അടിച്ച് പ്രോത്സാഹിപ്പിക്കുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് നമ്മുടെ കൂട്ടുകാര് വകയുള്ള പ്രസംഗങ്ങളായിരുന്നു. ബാലൻസ്, എല്ലാ കുറവുകളും കുറ്റങ്ങളും പ്രശ്നങ്ങളും പരാതികളും ഒക്കെ പറഞ്ഞു തീർക്കാനുള്ള യോഗം. ഇനി നമുക്കല്പം മ്യൂസിക്കാവാം. ഇതിനിടയ്ക്ക് ആന്റി പാട്ടൊന്നും പാടുന്നില്ലേ എന്ന് ചോദിച്ച ഗ്രീഷ്മയുടെ മോളോട് ചിലങ്ക വലിച്ചൂരി ഞാൻ പാട്ട് ഉപേക്ഷിച്ച കഥ, ദേവാസുരത്തിന്റെ കഥയില്ലേ, അത് എന്റെ കഥയാക്കി പറഞ്ഞ് വിശ്വസിപ്പിക്കുന്ന സന്ദർഭമാണ് നിങ്ങൾ ഈ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതാണല്ലോ പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം. ഫുഡ് കണ്ടു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ വീട്ടൂല്ലല്ലോ. എവിടെ ആയിരുന്നാലും ഓടിച്ചായാലും പരന്നായാലും കിടന്നായാലും എങ്ങനെയായാലും എഴുന്നായാലും ചെന്നോണം. പിന്നെ നമ്മുടെ മെയിൻ ഐറ്റം സെൽഫി. അത് നമ്മൾ എടുക്കണമല്ലോ, എവിടെ ചെന്നാലും എടുക്കണം. പിന്നെ ഉണ്ണിയോട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഈ ഇരിക്കുന്ന പോത്തുകൾക്കെല്ലാം പിന്നെ ഉണ്ണിയോട്ടൊക്കെ നമ്മൾ സമർപ്പിക്കണമല്ലോ, അമ്പലത്തിൽ സമർപ്പിക്കുന്ന പോലെ. ഊണ് കഴിഞ്ഞ പിന്നെ വട്ടം കൂടിയിരുന്ന കുശുമ്പ് കുഞ്ഞായ്മ പറയണം, അത് നിർബന്ധ. പിന്നെ ഡാൻസ് കളിക്കാൻ എന്റെ ഏജിൽ ഒരാളെ കിട്ടാത്തത് കൊണ്ട് ഗ്രീഷ്മയുടെ ട്രോഫി ആയിട്ടാണ് ഞാൻ ഈ നിന്ന് അടിച്ചു പൊളിക്കുന്നത്. അങ്ങനെ നമ്മളൊന്ന് ചാർജായി വന്നപ്പോഴത്തേക്കും കോളേജിന്റെ ഒരു പ്രൊഫസറാണ് വന്നുകൊണ്ട് തുള്ളുന്നത് കണ്ട. പിന്നെ നമ്മളിന്ന് ഡാൻസ് തുടങ്ങി വെച്ചപ്പോഴത്തേക്ക് പിന്നെ ഡാൻസ് സെഷന് ഈഗോ അടിച്ചിട്ട് പിന്നെ അവര് ഭയങ്കര ഡാൻസിന്റെ പൊന്നു. പിന്നെ നമ്മളവിടെ കൂടുതൽ ആളായില്ല കേട്ടോ. അന്നേ ദിവസം തന്നെ ലക്കിലി നമ്മുടെ പട്ടാളം പുരുഷു രാഹുലിന്റെ ബർത്ത്ഡേ ആയിരുന്നു. പിന്നെ നമ്മൾ അതും കൂടെ അങ്ങോട്ട് ആഘോഷമാക്കി. സന്തോഷ ജന്മദിനം കുട്ടിക്ക്, സന്തോഷ ജന്മദിനം കുട്ടിക്ക്. പിന്നെ നമ്മുടെ മ്യൂസിക് കൂടെ ഇല്ലാതെ പിന്നെ എന്താഘോഷം. സിംഗിൾ ആയാം എങ്കിൽ ഇപ്പോഴാണ് ഇതിനകത്തൊക്കെ ആട്ടാനും കുഞ്ഞു കളിക്കാനായിട്ടുള്ള സമയം കിട്ടിയത്. അപ്പൊ നമ്മളത് പാഴാക്കാൻ പാടില്ലല്ലോ. അങ്ങനെ പൊളിക്കലും തകർക്കലും എല്ലാം കഴിഞ്ഞാൽ വിട പറയാനായിട്ടുള്ള നേരമാണ്. സത്യം പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് ഓർമ്മകൾ ഉറങ്ങുന്ന ഈ മുറ്റത്തുനിന്ന് പോകാനായിട്ട് കുറച്ച് പ്രയാസമായിരുന്നു. എന്നിരുന്നാലും പോയല്ലേ പറ്റുള്ളൂ.
ഇനി അടുത്ത റീയൂണിയനും ഇതുപോലുള്ള ഒരു ആഘോഷവും എന്നുണ്ടാവും എന്ന് നമ്മൾ ഒരുപാട് ആശിച്ച് നമ്മൾ തിരിച്ചു പോവുകയാണ്. അപ്പോൾ ലോണ്ട് കാണുന്നതാണ് നമ്മുടെ യൂണിവേഴ്സിറ്റി കോളേജ്. അത് അത്യാവശ്യം എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്, എല്ലാവരും വന്ന് നിരങ്ങുന്ന സ്ഥലമാണ്. അപ്പോൾ പോകുന്ന വഴിക്കാണ് നമ്മുടെ ധന്യയുടെ വീട്, അറിയാമല്ലോ. അപ്പോൾ ധന്യയെ ഇനി വീട്ടിൽ കൊണ്ടാക്കണം. അതിൻ്റെ കൂട്ടത്തിലാണ് നമുക്ക് വേറൊരു പണി വന്നത്. അടുത്തൊരു പ്രോഗ്രാം വന്നിട്ടുണ്ട്, അതുകൂടെ ചെയ്തിട്ട് വേണം ഇനി വീട്ടിലേക്ക് പോവാൻ. അപ്രതീക്ഷിതമായിട്ട് വന്നതുകൊണ്ട് നമ്മൾ വലിയ സന്നാഹമൊന്നും പറ്റില്ല. ഭാഗ്യത്തിന് ഞാൻ നമ്മുടെ ലിറിക്സ് എടുത്തിട്ടുണ്ടായിരുന്നു. എന്തെങ്കിലും പാട്ടൊക്കെ പാടാൻ പറ്റും അല്ലെങ്കിൽ പാടേണ്ടി വരും എന്നൊക്കെ വിചാരിച്ചിട്ട് ഞാൻ ലിറിക്സ് പാഡൊക്കെ എടുത്തിട്ടുണ്ടായിരുന്നു. അതുകൊണ്ട് ഭാഗ്യം പ്രോഗ്രാം ചെയ്യാൻ പറ്റിയത്. കാരണം ഒരുക്കവോ ബഹളങ്ങളോ ഒന്നും ഇല്ലാണ്ട് കോളേജിൽ നിന്ന് വന്ന ആ ക്ഷീണത്തോടെ തന്നെ വന്ന് കയറി പാടുകയാണ്. അങ്ങനെ യാത്രാ ക്ഷീണമൊക്കെ എവിടെ അവസാനിപ്പിക്കും എന്ന് നമ്മളെ ചോദിച്ച ചോദ്യത്തിന് ബിരിയാണി ഉത്തരം തന്നു. നല്ല പടക്കം ബിരിയാണിയും കഴിച്ച് പിന്നെ ഞങ്ങൾ തിരിച്ചു പോയി. ഇത് നമ്മുടെ വീട്ടിലേക്കുള്ള വഴിയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാമായിരിക്കുമല്ലോ. അതുകൊണ്ട് എല്ലാം കാണുന്ന പള്ളി പെരുന്നാൾ പോലെ ലൈറ്റ് ഇട്ടേക്കുന്നതാണ് നമ്മുടെ വീട്. ദൂരെ നിന്ന് കണ്ട് പേടിച്ച് എന്തരനാണ് ഇത്ര ലൈറ്റൊക്കെ വലിച്ചു വാരി കത്തിച്ചിട്ടേക്കുന്നതെന്നും പറഞ്ഞുകൊണ്ട് ഞങ്ങൾ അതിശയിച്ച് നടന്ന് വരികയാണ് സുഹൃത്തുക്കളെ. സമയം 3-4 മണിയായിട്ടുണ്ട്. അപ്പോഴും ഒരുത്തനും ഉറങ്ങിയിട്ടില്ല. നമ്മുടെ ചന്തുപ്പി നമ്മളെ വാം വെൽക്കം ചെയ്തുകൊണ്ട് പുള്ളി ഇപ്പോഴും 10 വാട്ട്സ് ബൾബ് കത്തിച്ചുകൊണ്ട് ഇപ്പോഴും നിൽക്കുകയാണ്. അപ്പൊ നമുക്കിനി അടുത്ത വീഡിയോയിലേക്ക് കണ്ടാലോ. ബൈ.